നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയാൽ ആ ആഗ്രഹം മറന്നേക്കൂ. കാരണം ഇന്ന് നിങ്ങൾ കടലിന്റെ യഥാർത്ഥ ആഴം അറിയുമ്പോൾ ഉറപ്പായും ഞെട്ടും. നിങ്ങളൊരു നിധിയെ തേടി സമുദ്രത്തിന്റെ ഏറ്റവും ആഴങ്ങളിലേക്ക് പോവുകയാണെന്ന് ചിന്തിക്കൂ. 5 മീറ്റർ താഴേക്ക് വന്നാൽ സമുദ്രജീവികൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. മത്സ്യങ്ങളും സമുദ്രജീവികളും എല്ലായിടത്തും കാണാം. നോക്കൂ, ഇവിടെ കുറച്ച് നീന്തുന്നവർ കൈവീശി അടിക്കുന്നു. പക്ഷേ ഇവിടെ സമയം കളയാതെ നമുക്ക് വേഗം അടിയിലേക്ക് പോകാം. ഇനി 10 മീറ്റർ താഴേക്ക് വന്നാൽ ചെറിയ മർദ്ദം നമുക്ക് തോന്നിയേക്കാം. 20 മീറ്റർ ആഴത്തിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ പുതിയൊരു ലോകം തുറന്നു വരുന്നു. തീരത്ത് നിന്ന് അധികം അകലെയല്ലാതെ ആഴം കുറഞ്ഞ പവിഴപ്പുറ്റുകൾ സുന്ദരമായി നിൽക്കുന്നു. ഇതാ വീണ്ടും ആളുകൾ. ഇത്തവണ സ്കൂബ ഡൈവേഴ്സാണ്. പ്രത്യേക ഉപകരണങ്ങളില്ലാത്ത ഡൈവേഴ്സിനോട് വെള്ളത്തിന്റെ സമ്മർദ്ദം ദയ കാണിക്കാറില്ല. 50 മീറ്റർ കഴിഞ്ഞാൽ സാധാരണ സ്കൂബ ഡൈവേഴ്സിനോട് നമുക്ക് വിട പറയാം. അവർക്ക് അനുവദനീയമായ പരമാവധി ആഴം ഇത്രയേയുള്ളൂ. ശ്രദ്ധിച്ചു പോകണേ സുഹൃത്തുക്കളെ. 70 മീറ്റർ അടിയിൽ ആദ്യത്തെ ഓർക്ക തിമിംഗലത്തെ കാണാം. ഈ തിമിംഗലങ്ങൾ ലോകത്തിലെ മിക്കവാറും എല്ലാ കടലുകളിലെയും സമുദ്രങ്ങളിലെയും ആഴം കുറഞ്ഞ വെള്ളത്തിലാണ് താമസിക്കുന്നത്. ഇവർ ഏറ്റവും ശക്തമായ വേട്ടക്കാരാണ്. അതായത് ഇവർക്ക് സ്വാഭാവിക ശത്രുക്കളില്ല. ആർക്കും ഇവരെ വീഴ്ത്താൻ കഴിയില്ല. 104 മീറ്റർ അടിയിൽ വെയിൽ ഷാർക്കുകളെ കണ്ടുമുട്ടാം. അറിയപ്പെടുന്ന ഏറ്റവും വലിയ മത്സ്യ ഇനമാണിത്. 60 ടൺ വരെ തൂക്കമുണ്ടാകും. കൂടാതെ ഇവർ വളരെ കാലം ജീവിക്കുന്നവരാണ്. ഏകദേശം ഒരു 130 വർഷം വരെ ജീവിക്കും. ഇപ്പോൾ പുറത്തേക്ക് നോക്കൂ. 330 അടിയിൽ സ്കൂബ ഡൈവർ ഉണ്ടെങ്കിൽ അവരൊരു യഥാർത്ഥ പ്രൊഫഷണൽ ആയിരിക്കണം. കാരണം അവർ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, ഡീകംപ്രഷൻ സിക്നസ് വരാതിരിക്കാൻ. നിങ്ങൾ വളരെ പെട്ടെന്ന് ഉപരിതലത്തിലേക്ക് ഉയർന്നാൽ ഇത് സംഭവിക്കും. ഇതിലൂടെ വേണമെങ്കിൽ മരണം പോലും സംഭവിക്കാം. ഇനി നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ഭീമാകാരമായ പസഫിക് ഓക്ടോപസിനെയും കാണാം. തണുത്ത വെള്ളത്തിൽ ഈ ആഴം മുതൽ 6600 അടി വരെ പോകുന്ന സ്ഥലങ്ങളിൽ ഇവ താമസിക്കുന്നു. ഇപ്പോൾ നമ്മൾ സമുദ്രത്തിന്റെ ഇരുണ്ട ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 490 അടിയിൽ ഉപരിതലത്തിൽ നിന്നുള്ള വെളിച്ചത്തിന്റെ 1% മാത്രമേ നമ്മളിലേക്ക് എത്തുന്നുള്ളൂ. ബാക്കിയെല്ലാം വെള്ളം ആഗിരണം ചെയ്യപ്പെടുന്നു. ഇതിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ഇരുട്ട് കൂടിക്കൂടി വരും. പക്ഷെ ഇനി താഴേക്ക് പോവണമെങ്കിൽ നമുക്കൊരു സബ്മറൈൻ വേണം. കാരണം അങ്ങോട്ടുള്ള സമ്മർദ്ദം മനുഷ്യർക്ക് താങ്ങാൻ കഴിയില്ല. 200 മീറ്റർ താഴെ നോക്കൂ. ഒരു ഭീമൻ ഓർഫിഷ് നമ്മുടെ സബ്മറൈന് ചുറ്റും കറങ്ങുന്നു. നല്ല ഭംഗിയുള്ള മത്സ്യം. കിട്ടിയാൽ കറി വയ്ക്കാമായിരുന്നു. ചിലപ്പോൾ ഇവ ഉപരിതലത്തിലേക്ക് നീന്തി വന്ന് നാവികരെയും നീന്തുന്നവരെയും പേടിപ്പിക്കും. അതിൽ അത്ഭുതപ്പെടാനില്ല. ഈ മത്സ്യങ്ങൾക്ക് 36 അടി വരെ നീളമുണ്ടാകും. എന്നെപ്പോലെയുള്ളവരെ പേടിപ്പിക്കാൻ ഇതു മതിയാകും. 300 മീറ്റർ താഴെ നമ്മൾ എത്തിയിരിക്കുന്നു. അയ്യോ, പുറത്ത് അതെന്താ? ആ വലുതും നീണ്ടുമുള്ള സാധനം. അയ്യേ, മനസ്സിലായി. അതൊരു ജാപ്പനീസ് സ്പൈഡർ ക്രാബാണ്. എന്തുകൊണ്ട് സ്പൈഡർ എന്ന് പറയുന്നു? ആ കാലുകൾ നോക്കൂ, ഉടനെ മനസ്സിലാകും. കൂടാതെ ഇവരിൽ കാലുകളല്ലാതെ മറ്റൊന്നും തന്നെയില്ല. അത്തരമൊരു ഞണ്ടിന്റെ ശരീരം സാധാരണയായി 1.5 അടി വീതി മാത്രമേയുള്ളൂ. അതുകൊണ്ട് ഇതിനെ ആരും പിടിക്കല്ലേ. കറി ഉണ്ടാക്കിയാൽ എല്ലു മാത്രമേ കിട്ടുകയുള്ളൂ. എല്ലാവരും മുറുകെ പിടിച്ചിരിക്കൂ. ഇനിയാണ് പല പേടിപ്പിക്കുന്ന സത്യങ്ങൾ വരാൻ പോകുന്നത്. 500 മീറ്ററിൽ നിങ്ങൾക്ക് നീലത്തിമിംഗലങ്ങളുടെ അവസാനത്തേത് കാണാം. അതായത് ഇവർക്ക് നീന്താൻ പറ്റുന്ന ഏറ്റവും ആഴം എന്ന അർത്ഥത്തിൽ. ഭക്ഷണത്തിനായി അവർക്ക് ഇത്ര ആഴത്തിൽ പോകേണ്ട കാര്യമില്ല. ആഴം കുറഞ്ഞ വെള്ളത്തിൽ തന്നെ ധാരാളം ഭക്ഷണമുണ്ട്. എന്നിട്ടും അവർ ഇത്രയും താഴേക്ക് വരുന്നു. ചിലപ്പോൾ തങ്ങൾ എത്ര അതിശയകരമാണെന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും. എന്തായാലും ഇവരാണ് ഭൂമിയുടെ ചരിത്രത്തിൽ തന്നെ കടലിലും കരയിലും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ജീവികൾ. 833 മീറ്റർ എത്തിയിരിക്കുന്നു. ബുർജ് ഖലീഫയെ ഇവിടെ എടുത്തു വച്ചാൽ പൂർണ്ണമായും മുങ്ങും. അതുകൊണ്ട് സുനാമി വരുമ്പോൾ ആരും ബുർജ് ഖലീഫയുടെ മുകളിലിരുന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിക്കരുത്. ഇനി കൂടുതൽ ആഴത്തിലേക്ക് പോകുകയാണ്. 1000 മീറ്റർ എത്തിയാൽ ഒരു തരി സൂര്യന്റെ പ്രകാശം ഇവിടെ കാണില്ല. ഇനി ഇരുണ്ട കൂരിരുട്ട് മാത്രം. 1001 മീറ്റർ. നമ്മളിപ്പോൾ മിഡ് നൈറ്റ് സോണിലെത്തി. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും കാണില്ല. കറുപ്പ്.
താഴേക്ക് നോക്കിയാലും കറുപ്പ്, ചുറ്റും നോക്കിയാലും കറുപ്പ്, പൂർണ്ണ ഇരുട്ട്. ഇവിടെ സൂര്യപ്രകാശം ഒരിക്കലും എത്തിയിട്ടില്ല, ഒരിക്കലും എത്തുകയുമില്ല. നിങ്ങൾ സബ്മേഴ്സിബിൾ ഇല്ലാതെ ഇവിടെ വന്നാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? 2 സെക്കൻഡിൽ നിങ്ങളുടെ ശരീരം ചതഞ്ഞു മരിക്കും, നിങ്ങളുടെ എല്ലുകൾ പൊട്ടും, ശ്വാസകോശം ഞെരിഞ്ഞമരും. കൂടുതൽ ആഴത്തിലേക്ക് പോകുകയാണ്. 4000 അടിയിൽ നമ്മൾ ലോക സമുദ്രത്തിന്റെ ശരാശരി ആഴത്തിലെത്തുന്നു. ഇനി മുതൽ യഥാർത്ഥ ആഴങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. നോക്കൂ, നമ്മൾ ഇപ്പോൾ 1100 മീറ്റർ താഴെയാണ്. അവിടെ അതാണ് വെസ്റ്റ് മാറ്റ. ഇതൊരു സാധാരണ അഗ്നിപർവ്വതമല്ല. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സമുദ്ര അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണിത്. 209ലാണ് ഇത് അവസാനമായി പൊട്ടിത്തെറിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, വെള്ളത്തിനടിയിൽ ലാവ പൊട്ടിത്തെറിക്കുന്നു, കടലിന്റെ അടിയിൽ പോലും തീ കത്തുന്നു. 1200 മീറ്റർ താഴെ ഭയങ്കര ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകളെ നമുക്ക് കാണും. ഈ പരമോന്നത വേട്ടക്കാർക്ക് ഇത്തരം ആഴം സുഖമാണ്. അവരുടെ കാഴ്ച അത്ര നല്ലതല്ല. മണം കൊണ്ട് അവർ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് ഇരയെ വേട്ടയാടാൻ അവർക്ക് സൂര്യപ്രകാശം വേണ്ട. 1280 മീറ്ററിൽ എത്തിയിരിക്കുന്നു ലെതർബാക്ക് സീ ടേർട്ടിലിന്റെ മാക്സിമം ഡെപ്ത്. ഈ വലിയ ആമകൾ പോലും ഇത്രയും ആഴത്തിൽ വരുന്നു. എന്തിന്? ജെല്ലി മീനുകളെ വേട്ടയാടാൻ. 1828 മീറ്റർ. ഗ്രാൻഡ് കാനിയോൺ. അതെ, ആ വലിയ കാനിയോൺ മലനിരകൾ മുഴുവനായും വെള്ളത്തിലിട്ടാൽ അതിന്റെ ഉയർന്ന ഭാഗം ഈ ലെവലിലെത്തും. 2000 മീറ്റർ. ഇവിടെ യഥാർത്ഥ പേടി സ്വപ്നങ്ങൾ തുടങ്ങുന്നു. ബ്ലാക്ക് ഡ്രാഗൺ ഫിഷ്. ഈ പേര് തന്നെ ഭയാനകമാണല്ലേ? മാംസഭോജിയായ ഈ രാക്ഷസന് ഒരു വിചിത്രമായ വയറുണ്ട്. അതിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് പോകില്ല. എന്തിന്? വെളിച്ചം പുറത്തേക്ക് പോയാൽ മറ്റു വേട്ടക്കാർക്ക് അതിനെ കണ്ടെത്താം. അതുകൊണ്ട് അത് പൂർണ്ണ മറവിൽ നിൽക്കുന്നു. നിങ്ങൾക്കിതിനെ കാണാൻ ഒരേ ഒരു വഴി, ഫ്ലാഷ് ലൈറ്റ്. 3500 മീറ്ററിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ടൈറ്റാൻ അന്തർവാഹിനിയുടെ അവശിഷ്ടം കാണാം. ടൈറ്റാനിക്കിനെ കാണാനുള്ള ആഴത്തിലേക്കുള്ള യാത്രയിൽ അറ്റ്ലാന്റിക് കടലിന്റെ ഭീമാകാരമായ മർദ്ദത്താൽ അതൊരു മില്ലി സെക്കൻഡിനുള്ളിൽ പൊട്ടിത്തെറിച്ചു. അതിലുണ്ടായിരുന്ന 5 പേരും തൽക്ഷണം മരണപ്പെട്ടു. ഇവിടെ ഇപ്പോൾ അവശിഷ്ടങ്ങൾ മാത്രം കാണാം. 3800 മീറ്ററിൽ എത്തിയിരിക്കുന്നു RMS ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം. ആ പ്രസിദ്ധമായ കപ്പൽ 1912 മഞ്ഞുമലയിൽ ഇടിച്ചു മുങ്ങി. ഇപ്പോൾ അത് ഇവിടെ ഇരുട്ടിൽ നിശബ്ദമായി സമാധാനത്തോടെ കിടക്കുന്നു. 1500-ലധികം ആളുകളുടെ ശവകുടീരമായി. നല്ല കാര്യം, നമ്മുടെ സബ്മേഴ്സിബിളിന് ശക്തിയുള്ള ലൈറ്റുണ്ട്. അല്ലായിരുന്നെങ്കിൽ 4000 മീറ്റർ ആഴത്തിൽ കാണുന്ന ആഴക്കടൽ പവിഴപ്പുറ്റുകളുടെ അതിശയകരമായ സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. എല്ലാ സമുദ്രങ്ങളിലും ഇവ കാണാം. 4572 മീറ്ററിൽ നിങ്ങളുടെ ഏറ്റവും മോശമായ പേടി സ്വപ്നങ്ങളിൽ നിന്നുള്ള രാക്ഷസന്മാർ പ്രത്യക്ഷപ്പെടുന്നു. ഉദാഹരണത്തിന്, ആംഗ്ലർ ഫിഷ് ആരെയും പേടിപ്പിക്കും. അതിന്റെ നീണ്ടതും വളഞ്ഞതുമായ പല്ലുകൾ, തലയിൽ നിന്നുള്ള വളർച്ച ഇരയെ ആകർഷിക്കുന്നു. ധൈര്യശാലികളിൽ പോലും ഭയം ജനിപ്പിക്കാൻ ഇത് മതിയാകും. പക്ഷേ അതിലും ഭയങ്കരമായ ബ്ലാക്ക് സ്വാലോവർ എന്ന ജീവി താമസിക്കുന്നു. ഈലിനെ പോലെ കാണപ്പെടുന്ന ഒരു മത്സ്യം. വളരെ വലിച്ചു നീട്ടാൻ സാധിക്കുന്ന വയറുണ്ട് ഇതിന്. തന്റെ വലിപ്പത്തിന്റെ ഇരട്ടി വലിപ്പമുള്ള ഇരയെ വിഴുങ്ങാൻ ഇതിന് കഴിയും. താഴേക്ക് നോക്കൂ. ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും ആഴത്തിൽ മുങ്ങിയ കപ്പൽ നിങ്ങൾക്ക് കാണാം. SS റിയോ ഗ്രാൻഡെ 190-41 മുങ്ങിയത് 58,990 അടി താഴേക്ക് പോയി. അതുകൊണ്ട് അത് 55 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്തിയതെന്നത് അത്ഭുതമല്ല. ഇപ്പോൾ സമുദ്രത്തിന്റെ ഏറ്റവും ആഴമേറിയതും ഇരുണ്ടതുമായ ഭാഗം തുടങ്ങുന്നു. നമ്മൾ മരിയാന ട്രെഞ്ചിലേക്ക് മുങ്ങുകയാണ്. ഔദ്യോഗികമായി ഇത് ഏകദേശം 6000 മീറ്റർ ആഴത്തിൽ തുടങ്ങുന്നു. ഏറ്റവും കുറച്ച് പര്യവേക്ഷണം ചെയ്യപ്പെട്ടതും ശാസ്ത്രജ്ഞർക്കും സാഹസികർക്കും ഏറ്റവും ആകർഷകവുമായ പ്രദേശമാണിത്. അതിന്റെ അടിയിൽ എന്താണ് കിടക്കുന്നത് നമ്മൾ കാണാൻ പോകുകയാണ്. പക്ഷെ അവിടെ എത്തുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് മറ്റൊന്ന് കാണിക്കാം. ഉദാഹരണത്തിന്, ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും ആഴത്തിൽ കാണുന്ന മത്സ്യം ഇവിടെയുണ്ട്. സ്നെയിൽ ഫിഷ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. 26,000 അടിയിൽ ഇത് വസിക്കുന്നു. ഇതിന്റെ ശരീരം സുതാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ തൊലിക്കുള്ളിലൂടെ നേരെ കാണാൻ സാധിക്കും. ഇനി താഴേക്കും പോകുമ്പോൾ മറ്റു മത്സ്യങ്ങളോ നട്ടെല്ലുള്ള മൃഗങ്ങളോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇത്തരം ജീവികൾക്ക് ഇവിടത്തെ സമ്മർദ്ദം താങ്ങാൻ കഴിയില്ല. പക്ഷേ ചെമ്മീനുകളും മറ്റു നട്ടെല്ലില്ലാത്ത ജീവികളുമുണ്ട്. ബ്ലോബ് മീനുകൾ ഇവിടെ ജീവിക്കുന്നു. ഇതിനെ ലോകത്തിലെ വൃത്തികേട്ട ജീവി എന്ന് വിളിക്കുന്നു.
സൂക്ഷ്മാണുക്കളെ പറ്റി പറയണ്ടല്ലോ. സമുദ്രത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗത്ത് പോലും അവർക്ക് വസിക്കാൻ കഴിയും. ഈ ഭാഗം തന്നെയാണ് ചാലഞ്ചർ ഡീപ്പ്. മരിയാന ട്രെഞ്ചിന്റെ അടിത്തട്ടാണിത്. ഇതിന്റെ ആഴം 35,853 അടിയാണ്. അതെ, നമ്മൾ ഭൂമിയുടെ തന്നെ അടിയിലെത്തിയിരിക്കുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അറിയപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ശാസ്ത്രജ്ഞർ നിർത്താൻ പോകുന്നില്ല. സമുദ്രത്തിന്റെ ആഴങ്ങൾ എന്ത് രഹസ്യങ്ങളാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഉടൻ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷയുണ്ട്. തുടക്കത്തിൽ ഓർമ്മയുണ്ടോ, നമ്മൾ ഈ യാത്ര തുടങ്ങിയത് നിധി കണ്ടെത്താനായിരുന്നു. ദാ അവിടെ ഒരു നിധി കിടക്കുന്നു. നമുക്ക് തുറന്നു നോക്കിയാലോ? അടിപൊളി. ഇതിനെ മ്യൂസിയത്തിൽ വെക്കാൻ കൊള്ളാം. നിങ്ങൾ കടലിന്റെ ആഴത്തിലെത്തിയിരിക്കുന്നു. പക്ഷേ കടലിന്റെ ഇരുട്ടിൽ ജീവിച്ചു എന്ന് വിശ്വസിക്കുന്ന ഈ 7 പൗരാണിക ജീവികളെ ഉറപ്പായും നിങ്ങൾ അറിയണം.